കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ ആത്മഹത്യ ചെയ്ത വിധികർത്താവ് ഷാജിയുടെ മറ്റൊരു ആത്മഹത്യാ കുറിപ്പ് കൂടി കണ്ടെത്തി. ജെയിംസ്, പത്മകുമാർ, നിതിൻ, ജോമറ്റ എന്നിവരുടെ പേരുകൾ ഈയൊരു കുറിപ്പിൽ പറയുന്നുണ്ട്. ഷിബു എന്നയാൾ പത്മകുമാറിനും മറ്റൊരാൾക്കും സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞതായും കുറിപ്പിൽ പരാമർശം. ആത്മഹത്യാ കുറിപ്പിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, ഒരുപക്ഷെ വീണ്ടും നിർണായകമായ പരാമർശങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ ഒരു കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് പോലെ കൃത്യമായ വീഴ്ച ഈ ഒരു കലോത്സവത്തിൽ നടന്നു എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ശക്തമാവുകയല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ ഷാജി വലിയ കടുത്ത സമ്മർദ്ദത്തിലായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളോട് അതുപോലെ അമ്മയും അതുപോലെ തന്നെ സഹോദരനും പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു പിന്നീട് നമ്മൾ വാർത്ത നൽകിയത്. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഷിബുവിന്റെ മുറിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു മാസികയുടെ അറ്റത്തു നിന്ന് ഇങ്ങനെ ഒരു എഴുത്ത് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് 4 പേരുടെ പേര് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ജെയിംസ്, പത്മകുമാർ, നിതിൻ, ജോമറ്റ് എന്നിവരുടെ പേരുകളാണ് പറയുന്നത്. ഇവരും ഈ ഷാജിയുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഷിബു എന്ന് പറയുന്നാൽ പത്മകുമാറിനും വേറെ കളിക്കാർക്കും പ്രൈസ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഇതിൽ പറഞ്ഞു വെക്കുന്നു. അതായത് ഇത്തരത്തിൽ ജഡ്ജസ് ആയിട്ട് ഇരുന്നവരാണ് ഇവർ. അത്തരത്തിൽ പത്മകുമാറിനും വേറൊരാൾക്കും ഷിബു പ്രൈസ് നൽകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നമ്മൾ സഹോദരനുമായും അമ്മയുമായും അല്പസമയം മുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത് ഷിബു ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തയ്യാറായിട്ടില്ല. അവരുടെ ഷിബുവിന്റെ സുഹൃത്തും ഇത്തരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതിനുള്ള ഒരു കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഷിബുവിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ സമയത്ത് ഉയർന്നിരുന്നു. ആ ഒരു മാനസിക സമ്മർദ്ദമാണ് ഈ ഷിബു മരിക്കാൻ ഇടയായത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഇടയായത് എന്നാണ് നേരത്തെ തന്നെ നമ്മളോട് പറയുന്നത്. അതിൽ തന്നെ സതീശൻ തളിപ്പറമ്പ് എന്നൊരാളുടെ നമ്പർ കൂടി ഇതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു തരത്തിലും കൂടെ കാര്യങ്ങൾ പോകുന്നു. അതായത് ഇത്തരത്തിൽ സതീശൻ തളിപ്പറമ്പ് എന്താണ് ഇത്തരത്തിൽ ഇതിൽ ബന്ധമുള്ളതെന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ തന്നെയും ജെയിംസ്, പത്മകുമാർ, നിതിൻ, ജോമറ്റ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഷിബു എന്ന് പറയുന്ന വ്യക്തി പത്മകുമാറിനും വേറൊരാൾക്കും കൃത്യമായി തന്നെ ഇവർക്ക് പ്രൈസ് നൽകുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതായത് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ പ്രൈസ് 1ാം സമ്മാനമായിരിക്കണം. ഈ 1ാം സമ്മാനം 2 പേർക്കും കൂടി നൽകുവാനായിരിക്കണം ഇതിൽ പറഞ്ഞത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാൻ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിനു മുൻപുള്ള കത്തുകളിലും താൻ വഞ്ചിക്കപ്പെട്ടു, തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് കൂടി ഷിബു വെളിപ്പെടുത്തിയിരുന്നു. അതേ തുടർന്നുള്ള അത്തരത്തിൽ വെളിപ്പെടുത്തിയതിന് പിന്നീടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുന്നത്. ആ രീതിയിലും കൂടെ കാര്യങ്ങൾ വരികയാണ്. ക്ഷമിക്കണം, ഷാജി എന്നാണ്. ഷാജിക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. അതായത് ആരാണ് തന്നെ ഉപയോഗിച്ചതെന്ന് കൂടി ഈ കത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് മാത്രമാണ് ലഭിക്കുക. പോലീസിൽ നിന്ന് അന്വേഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് ഇതിൽ കൂടുതൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിഷ്ണു, വ്യക്തമാണ്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ ആത്മഹത്യ ചെയ്ത വിധികർത്താവ് ഷാജിയുടെ മറ്റൊരു ആത്മഹത്യാ കുറിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ജെയിംസ്, പത്മകുമാർ, നിതിൻ, ജോമറ്റ് എന്നിവരുടെ പേരുകൾ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. ഷിബു എന്നയാൾ പത്മകുമാറിനും മറ്റൊരാൾക്കും സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞതായും കുറിപ്പിൽ പരാമർശമുണ്ട്. ആത്മഹത്യാ കുറിപ്പിന്റെ പകർപ്പും ജനം ടിവിക്ക് ലഭിച്ചു. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.